മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ ചോദ്യം ചെയ്യൽ തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കി. ആക്ഷേപങ്ങൾ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കാൻ ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകി. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, വ്യക്തമായ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്, വിവരങ്ങൾ. സുജയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് നിരവധി തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ.ഡി നോട്ടീസ് നൽകിയിരുന്നു, സമൻസ് നൽകിയിരുന്നു. എന്നാൽ ഈ സമൻസ് അനുസരിച്ച് ഹാജരാകാൻ തോമസ് ഐസക്ക് ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയായിരുന്നു. ഈ ഘട്ടത്തിലും സ്ഥാനാർത്ഥിയായിരുന്ന ഘട്ടത്തിലും ഇ.ഡി നോട്ടീസ് നൽകിയിരുന്നു. നോട്ടീസ് നൽകിയെങ്കിലും സമൻസ് നൽകിയെങ്കിലും ഈ സമൻസ് ചോദ്യം ചെയ്ത് വീണ്ടും തോമസ് ഐസക്ക് ഹൈക്കോടതി സമീപിച്ചു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതില്ല, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നത് വിലക്കുന്നു എന്നൊരു നിലപാടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ സ്വീകരിച്ചത്. ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. നേരത്തെ അവധിക്കാല ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചുവെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനത്തിൽ ഇടപെടാനില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ ഹർജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. തുടർന്നാണ് ഇന്ന് അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മറ്റൊരു ബെഞ്ചിന്റെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വന്നത്. ഇന്ന് ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു, ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കുകയായിരുന്നു. ഇ.ഡി ഈ കേസിൽ തൽക്കാലം ഇടപെടാനില്ല, മാത്രമല്ല ആക്ഷേപങ്ങളുണ്ട് എങ്കിൽ അത് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ തന്നെ ഉന്നയിക്കാം എന്ന കാര്യവുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രചാരണ കാലഘട്ടമായിരുന്നു. ആ പ്രചാരണ കാലഘട്ടം കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഇ.ഡിയുടെ ആവശ്യം തുടർന്ന് പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആ ആവശ്യം നിലനിൽക്കില്ല എന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. ഇതുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിക്കാൻ ഇ.ഡിക്ക് നിർദ്ദേശം നൽകിയത്, ഈ ഹർജി തീർപ്പാക്കിയത്. ഓക്കെ, ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.